സൗന്ദര്യം വെറുതെ ലഭിക്കുന്ന ഒന്നല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ പണ്ടുകാലത്ത് സൗന്ദര്യം നിലനിർത്താൻ വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു എന്ന് മാത്രമല്ല, അത് പലപ്പോഴും ജീവന് തന്നെ ആപത്തായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സുരക്ഷിതമായ സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂതകാലത്തിൽ സ്ഥിതി വളരെ ഭീകരമായിരുന്നു. പണ്ടുകാലത്ത് സൗന്ദര്യം കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന ചില മാരകമായ വിഷവസ്തുക്കളെക്കുറിച്ചറിയാം. പ്രാചീന ഈജിപ്തിലെ രാജകുടുംബാംഗങ്ങൾ തങ്ങളുടെ കണ്ണുകൾ ഭംഗിയാക്കാൻ കോൾ എന്നറിയപ്പെടുന്ന ഒരു കറുത്ത ഐലൈനർ ഉപയോഗിച്ചിരുന്നു. ഇതവരെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ദൈവങ്ങളുടെ അനുഗ്രഹമായാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ ഈജിപ്ഷ്യൻ കല്ലറകളിൽ നിന്ന് കണ്ടെത്തിയ ഇവയുടെ അവശിഷ്ടങ്ങളിൽ വലിയ തോതിൽ ഈയം അടങ്ങിയിരുന്നതായി ഗവേഷകർ കണ്ടെത്തി. കണ്ണിലെ അണുബാധകൾ തടയാൻ അവർ ഇതൊരു ഔഷധമായി കരുതിയിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ശരീരത്തിന് ഹാനികരമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും മനുഷ്യർ ഈ തെറ്റ് ആവർത്തിച്ചു. 1562 തന്റെ 29-ാം വയസ്സിൽ എലിസബത്ത് ഒന്നാമൻ രാജ്ഞിക്ക് വസൂരി ബാധിക്കുകയും അത് അവരുടെ മുഖത്ത് ആഴത്തിലുള്ള പാടുകൾ അവശേഷിപ്പിക്കുകയും ചെയ്തു. ഈ പാടുകൾ മറയ്ക്കാൻ അവർ വെനീഷ്യൻ സെറൂസ് എന്നറിയപ്പെടുന്ന ഈയം, വിനാഗിരി, വെള്ളം എന്നിവ കലർത്തിയ കട്ടിയുള്ള വെള്ള മേക്കപ്പ് മുഖത്ത് തേക്കാൻ തുടങ്ങി. അവർ തന്റെ 69-ാം വയസ്സിൽ അന്തരിച്ചപ്പോൾ മരണത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണം ഈയത്തിന്റെ അംശം ശരീരത്തിൽ കലർന്നതാണെന്ന് കരുതപ്പെടുന്നു. വിക്ടോറിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉന്നത കുലജാതർ തങ്ങളുടെ ബാഹ്യസൗന്ദര്യത്തിന് കടുത്ത പ്രാധാന്യം നൽകിയിരുന്നു. മുഖത്തെ മുഖക്കുരുവും പാടുകളും മാറ്റാൻ അവർ ബൈക്ലോറൈഡ് ഓഫ് മെർക്കുറി ഉപയോഗിച്ചിരുന്നു. മുഖക്കുരു മാറുന്നതിനു മുൻപ് ഇത് മനുഷ്യനെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നായിരുന്നു. കൂടാതെ അക്കാലത്തെ പ്രശസ്തമായ സൗന്ദര്യക്കുറിപ്പുകളിൽ കൺപീലികൾ വളരുന്നതിനായി മെർക്കുറിയുടെ ഓക്സൈഡും പന്നിക്കൊഴുപ്പും ചേർത്ത മിശ്രിതം കണ്ണുകളിൽ പുരട്ടാൻ നിർദ്ദേശിച്ചിരുന്നു. അക്കാലത്ത് ചുണ്ടുകൾക്കും കവിളുകൾക്കും ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിച്ചിരുന്ന മേക്കപ്പുകളിൽ മെർക്കുറി സൾഫൈഡ് വ്യാപകമായി അടങ്ങിയിട്ടുണ്ടായിരുന്നു. വിക്ടോറിയൻ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് വിളറിയതും വെളുത്തതുമായ ചർമ്മത്തോടായിരുന്നു പ്രിയം. വെയിലത്തധികം ജോലി ചെയ്യാത്ത സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ലക്ഷണമായിരുന്നു ഈ വിളറിയ ചർമ്മം. ഈ ലുക്ക് ലഭിക്കുന്നതിനായി അവർ ഡോക്ടർ ജെയിംസ് പി. കാമ്പൽസ് സേഫ് ആർസനിക് കോംപ്ലക്സിൻ വേഫറുകൾ കഴിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇതിലടങ്ങിയിരുന്ന ആർസനിക് എന്ന മാരക വിഷം ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ചർമ്മത്തിന് ആ വിളറിയ നിറം ലഭിച്ചിരുന്നത്. സൗന്ദര്യം കൂടുകയല്ല, പകരം അവർ സാവധാനം മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നതാണ് സത്യം. മനുഷ്യന്റെ സൗന്ദര്യത്തോടുള്ള മോഹം കാലങ്ങൾക്കനുസരിച്ച് മാറിമറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നാം വിഷമായി കാണുന്ന പലതും പണ്ട് അത്ഭുത മരുന്നുകളായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയെയും നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം മുഖത്തെ ചുളിവുകൾ മാറ്റാൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടോക്സ് ഇഞ്ചക്ഷനുകൾ പോലും ഒരിനം ബാക്ടീരിയൽ വിഷത്തിൽ നിന്നാണ് നിർമ്മിക്കുന്നത്. ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറ നമ്മളെ നോക്കിയും ഇതേപോലെ അത്ഭുതപ്പെട്ടേക്കാം.